ഒരു വലിയ ദൗത്യവുമായിട്ട് ഒരു സംഘം യാത്ര തിരിക്കുകയാണ്. അവർക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോഴവർ ഒരു നദി കടക്കാനുള്ള ശ്രമത്തിലാണ്. ഈ സമയത്താണ് കരയിൽ നിന്ന് ചില ശബ്ദങ്ങൾ അവർ കേൾക്കുന്നത്. അവർക്ക് ഉറപ്പായിരുന്നു തീർച്ചയായിട്ടും അത് അവർ തന്നെ. ഓർക്കുകൾ അവരെ വേട്ടയാടാനായിട്ട് അവരെ പിന്തുടരുന്ന വേട്ടക്കാരായിട്ടുള്ള രാക്ഷസന്മാർ. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ലോർഡ് ഓഫ് ദ റിംഗ് എന്ന വലിയൊരു മൂവിയുടെ കഥ പറയുന്ന 13ാമത്തെ വീഡിയോ ആണ്. മുൻപത്തെ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യ ഭാഗം മുതൽ കാണാൻ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മുകളിൽ ഇപ്പോൾ ഒരു ഐ ബട്ടൺ വന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ പാർട്ട് വീതം കാണാം. എന്നാൽ നമുക്ക് നേരെ ഈ ഭാഗത്തിലേക്ക് പോവാം. വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ എവിടെയാണ് നിർത്തിയത്? അതായത് മോറിയ എന്ന ആ ഖനിയുടെ ഉള്ളിൽ വെച്ച് ഗന്താൾഫ് മരിക്കുകയാണ്. ആരാണ് കൊല്ലുന്നത്? ബൽറോഗ് എന്ന ആ ഒരു ഭീകര പൈശാചികമായ സ്വത്വം. പക്ഷെ ഗന്താൾഫിനെ രക്ഷിക്കാൻ അവിടെ ഉണ്ടായിരുന്ന അറാഗോണിനോ ബോറോമിറിനോ ലിഗോളാസിനോ ഗിമിക്കോ ഒന്നും കഴിഞ്ഞില്ല. അവരെല്ലാം സങ്കടത്തോടുകൂടി നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം എല്ലാവരും മോറിയ എന്ന ആ ഒരു ഖനിയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരികയാണ് കേട്ടോ. സാമിനും ഫ്രോഡോയ്ക്കും അതിന്റെ ആ ഒരു വിഷമം സഹിക്കാൻ കഴിയുന്നില്ല. ഗന്താൾഫിനെ പിരിഞ്ഞതിൽ അവർക്ക് അവിടെ നിന്ന് വരാൻ തന്നെ തോന്നുന്നില്ല. ഫ്രോഡോ ഇപ്പൊ ആ ഒരു ഗുഹയിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ അങ്ങോട്ടേക്ക് അറാഗോൺ പോയിട്ട്, അറാഗോൺ എന്ന സ്ട്രൈഡർ ആണ് കേട്ടോ. അപ്പോൾ അറാഗോണ് ഫ്രോഡോയെ സമാധാനിപ്പിക്കുകയാണ്. എന്തായാലും നമുക്ക് നമ്മൾ ഈ ദൗത്യം പൂർത്തിയാക്കിയേ മതിയാവൂ. ആ റിങ്, ആ മോതിരം അത് നശിപ്പിച്ചേ മതിയാകൂ. സൗറോൺ ശക്തി ആർജിച്ച് വരികയാണ്. അങ്ങനെ എല്ലാവർക്കും ആത്മവിശ്വാസം ധൈര്യം കൊടുക്കുകയാണ് അറാഗോൺ കേട്ടോ. എന്നിട്ട് അവർ യാത്ര തുടരുകയാണ്. ഒരു കാട്ടിലൂടെയാണ് പിന്നീട് അവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നത്. ഏകദേശം രാത്രി ആവാനായിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാട്ടിലൂടെ നടക്കുന്ന സമയത്ത് തന്നെ കൊള്ളനായിട്ടുള്ള ഡ്വാർഫായിട്ടുള്ള ഗിമ്മി പറയുന്നുണ്ട്, എനിക്കൊരു എൽഫിന്റെ മണം വരുന്നുണ്ട്, കുറച്ച് എൽഫ് പോരാളികൾ ഇങ്ങോട്ട് വരുന്നതായിട്ട് തോന്നുന്നുണ്ടെന്ന് ഇപ്പൊ ഗിമ്മി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതേ നിമിഷം തന്നെ ഇവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് എൽഫ് പോരാളികൾ വളയുകയാണ്. ഇപ്പൊ ആ എൽഫുകളുടെ രാജാവ് ഇപ്പൊ ഇവരുടെ അടുത്തേക്ക് വരികയാണ്. ഇങ്ങനെ സംസാരിക്കുകയാണ്. അറാഗോൺ പിന്നീട് അവനെ പരിചയപ്പെടുത്തുകയാണ്. എൽഫുകളുടെ രാജാവ് ഇപ്പൊ അറാഗോണിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ആക്രമിക്കാനോ കൊല്ലാനോ നിന്നില്ല. പിന്നീട് അറാഗോൺ പറഞ്ഞ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ എൽഫുകളുടെ ആ ഒരു രാജാവ് കേൾക്കുകയാണ് കേട്ടോ. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഫ്രോഡോ ആണെങ്കിൽ വളരെ ദുഃഖത്തിൽ തന്നെ എന്താ പറയുക, ഗന്താൾഫ് വിട്ടുപിരിഞ്ഞ ആ ഒരു വിഷമം അവന് സഹിക്കാൻ കഴിയുന്നില്ല. അവനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ അവന്റെ അടുത്തേക്ക് ബോറോമിർ പോയിട്ടാണ് അവനെ സമാധാനിപ്പിക്കുന്നത്. ബോറോമിറിന് ആ ഒരു റിങ്ങിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും അവൻ നല്ലൊരു മനുഷ്യൻ തന്നെയാണ്. അത് അവന്റെ പൂർവ്വകാല ചരിത്രം മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ കഥ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പിന്നീട് എൽഫുകളുടെ രാജാവ് ഇവരെ എല്ലാവരെയും കൂട്ടിയിട്ട് അവരുടെ രാജ്യത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു കൊട്ടാരത്തിലേക്ക് പോവാണ് കേട്ടോ. ഈ എൽഫുകൾക്ക് 3 രാജ്യമുണ്ട്. അതിൽ 2 നമ്മൾ കണ്ടെയാണ്. ഇനി 3ാമത്തേതിലേക്കാണ് പോകുന്നത്. എൽഫുകളുടെ ഒരു രാജ്യം എന്ന് പറയുന്നത് ലിക്കോളാസിന്റെ അച്ഛനായിട്ടുള്ള ത്രാൻഡുവിൽ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ രാജ്യമാണ്. മറ്റൊന്ന് എൽഫ് ചക്രവർത്തി ആയിട്ടുള്ള എൽറോഡിന്റെ രാജ്യം ഉണ്ടല്ലോ, അതാണ്. ഇനിയിപ്പോ 3ാമത്തേത് നമ്മളിപ്പോ കാണാൻ പോകുന്ന ഈ എൽഫ് രാജ്യമാണ്. അങ്ങനെ ആ ഒരു എൽഫുകളുടെ രാജ്യത്തേക്ക് അവർ എത്തുകയാണ് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാട് തന്നെയായിരുന്നു അത്. ഇവരെ ഇങ്ങോട്ട് എത്തിച്ചത് ഇവിടുത്തെ പടയുടെ നായകനായിട്ടുള്ള ഹാൾഡിർ ആണ് കേട്ടോ. അങ്ങനെ ഹാൾഡിർ ഇവരുമായിട്ട് നേരെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അവരെ ഇവിടെ സ്വീകരിക്കാനായിട്ട് തന്നെ രാജാവും രാജ്ഞി ഉണ്ടായിരുന്നു. രാജ്ഞി ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ലേഡി ഗലാഡ്രിയൽ തന്നെ. ലേഡി ഗലാഡ്രിയലിനെ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല അല്ലെ? കാരണം ഹോബിറ്റിൽ സൗറോന്റെ ആ ഒരു ആത്മാവിനെ കുറച്ചു കാലത്തേക്കെങ്കിലും തള്ളിവിട്ട ആ ഒരു മന്ത്രവാദിയാണ് ലേഡി ഗലാഡ്രിയൽ. കൊട്ടാരത്തിൽ എത്തിയ സമയത്ത് ഇവരെല്ലാവരും കൂടി എന്താണ് സംഭവിച്ചത്, ഇവരുടെ ദൗത്യം എന്താണെന്ന് ലേഡി ഗലാഡ്രിയലിനും അതുപോലെ തന്നെ അവിടുത്തെ എൽഫുകളുടെ രാജാവിന്റെ അടുത്തും പറയുകയാണ്. മാത്രമല്ല ഇവരുടെ കൂടെ വന്ന ഗന്താൾഫ് മരിച്ചിട്ടുണ്ടെന്നും മോർഡോറിലെ സൗറോന്റെ അടിമയായിട്ടുള്ള ബൽറോഗ് എന്നൊരു ഭീകര സ്വത്വമാണ് അദ്ദേഹത്തിനെ കൊന്നതെന്നും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ലേഡി ഗലാഡ്രിയൽ പറയുകയാണ്, തീർച്ചയായിട്ടും എന്തെങ്കിലും ഒന്ന് ഇനിയും സംഭവിക്കും, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ കൈവടിയരുത്. മാത്രമല്ല ഇപ്പൊ ലേഡി ഗലാഡ്രിയൽ ഫ്രോഡോയെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. കാരണം ഫ്രോഡോ മാത്രമാണ് സൗറോന്റെ ആ ഒരു കണ്ണുണ്ടല്ലോ അത് നേരിട്ട് ദർശിച്ച ആ ഒരു മനുഷ്യനല്ല ഹോബിറ്റ് അടക്കം അങ്ങനെ ആയിപ്പോന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ലേഡി ഗലാഡ്രിയൽ ഇപ്പോൾ ഫ്രോഡോയെ ഒന്ന് ശ്രദ്ധിക്കുകയാണ് കേട്ടോ. മാത്രമല്ല ഫ്രോഡോയുടെ കയ്യിൽ ആ ഒരു മോതിരം ഉണ്ടെന്ന് ലേഡി ഗലാഡ്രിയലിന് നന്നായിട്ട് അറിയാം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ ബോറോമിറിന്റെ അടുത്തേക്ക് അറാഗോൺ വരികയാണ് കേട്ടോ. അപ്പൊ ബോറോമിർ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും നമ്മുടെ ഈ ദൗത്യത്തിന് കുറച്ചുകൂടി പ്രതീക്ഷയുണ്ടല്ലേ, അവരെങ്ങനെയല്ലേ പറഞ്ഞത്. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ചുകൂടെ സംസാരിക്കണം. ബോറോമിറിന്റെ മനസ്സ് ഒന്നുകൂടെ നല്ലതായി വരുന്നുണ്ട്. ഗോണ്ടോർ എന്ന മനുഷ്യരുടെ ആ ഒരു സാമ്രാജ്യത്തിലേക്ക് നീ തിരിച്ചു വരണമെന്ന് അറാഗോന്റെ അടുത്ത് ഇപ്പൊ ബോറോമിർ പറയുകയാണ്. അതായത് അറാഗോൺ വന്നിട്ടില്ലെങ്കിൽ ബോറോമിർ ആയിരിക്കും അവിടുത്തെ അടുത്ത രാജാവ്. പക്ഷേ യഥാർത്ഥ അവകാശിയും ഇസിൽഡോറിന്റെ പിൻഗാമി ആയിട്ടുള്ളത് അറാഗോൺ തന്നെയാണ് കേട്ടോ. യഥാർത്ഥ കിരീടാവകാശി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ അറാഗോണിന് അതിനൊന്നും ഒരു മോഹമില്ല. പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ എല്ലാവരും വിശ്രമിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഫ്രോഡോ ആരും ഇങ്ങനെ അതിലൂടെ നടക്കുന്നതായിട്ട് കണ്ടു. അവൻ പതിയെ ചെന്ന് നോക്കുമ്പോൾ ലേഡി ഗലാഡ്രിയൽ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു കുളത്തിന്റെ അടുത്തേക്ക് പോവാണ്. അവിടെ വെച്ച് എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഫ്രോഡോ ഇപ്പൊ പതിയെ അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ എത്തിയ ഫ്രോഡോയുടെ ആയിട്ട് ലേഡി ഗലാഡ്രിയൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഒരു ചില മാന്ത്രിക ജലത്തിലൂടെ ഇനി എന്താണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നപ്പോ ലേഡി ഗലാഡ്രിയൽ ഫ്രോഡോയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പൊ ആ ഒരു ജലത്തിലേക്ക് നോക്കി ചില കാഴ്ചകൾ ഫ്രോഡോ കാണുന്നുണ്ട്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും കീഴ്പ്പെടുത്തിയിരിക്കുന്നു, ചങ്ങലയിൽ വെച്ച് കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നു. അതിൽ തന്നെ ഷെയറിലെ സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാരായിട്ടുള്ള ഹോബിത്തുകളുണ്ട്. മാത്രമല്ല ഷെയർ എന്ന സുന്ദരമായ സ്വർഗതുല്യമായ ആ ഒരു പ്രദേശം മുഴുവൻ ചുട്ടു ചാമ്പലമാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കണ്ട് ഫ്രോഡോ ഉണ്ടല്ലോ
ആകെ ഞെട്ടിപ്പോവുകയാണ്. പെട്ടെന്ന് അവൻ ആ ഒരു സ്വപ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു കാഴ്ചയിൽ നിന്ന് പിറകോട്ട് വരികയാണ് കേട്ടോ. ഇപ്പൊ ഫ്രോഡോയിഡായിട്ട് ലേഡി ഗലാഡ്രിയൽ പറയാണ്, ആ ഒരു മോതിരം നശിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇനി ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ആ ഒരു മോതിരം നീ തീർച്ചയായിട്ടും നശിപ്പിക്കണം. ഇനി നിനക്ക് അതിന് കഴിയില്ലെങ്കിൽ ആ മോതിരം നീ എനിക്ക് താ എന്ന് പറഞ്ഞിട്ട് ലേഡി ഗലാഡ്രിയൽ എന്തോ ഒരു സ്വഭാവ വ്യത്യാസത്തോടെ ഇപ്പൊ ഫ്രോഡോയുടെ അടുത്തേക്ക് പോവാണ്. പക്ഷെ ഫ്രോഡോ ആ ഒരു മോതിരം ലേഡി ഗലാഡ്രിയലിന് കൊടുത്തില്ല കേട്ടോ. അവളുടെ രൂപമൊക്കെ ആകെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ദുഷ്ടമന്ത്രവാദിയുടെ രൂപത്തിലേക്ക് ഇപ്പൊ ലേഡി ഗലാഡ്രിയൽ മാറുകയാണ്. ഫ്രോഡോയെ പേടിപ്പിക്കുകയാണ്. ആ ഒരു റിങ് തരാൻ വേണ്ടി തന്നെ പറയുകയാണ്. പക്ഷെ ലേഡി ഗലാഡ്രിയൽ അവളുടെ മനസ്സിനെ തന്നെ കൺട്രോൾ ചെയ്യുകയാണ്, നിയന്ത്രിക്കുകയാണ്. ആ മോതിരം പിന്നീട് വാങ്ങുന്നതിൽ നിന്നും അവൾ പിന്മാറുകയാണ്. അതാണ് ആ മോതിരത്തിന്റെ ശക്തി. ഇത്രയും നല്ലൊരു മാന്ത്രികയായിട്ടുള്ള ലേഡി ഗലാഡ്രിയലിന് പോലും അത് സ്വാധീനിച്ചു, ഒരു ദുഷ്ടശക്തിയാക്കാൻ വരെ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെയാണ് കുറച്ച് മുന്നേ ഗന്താൾഫ് ആ ഒരു മോതിരം എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഭയന്നിരുന്നത്. കാരണം അവരുടെ ഈ ഒരു ശക്തിയും മോതിരത്തിന്റെ ആ ഒരു തിന്മയും കൂടി ചേരുമ്പോൾ പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ലേഡി ഗലാഡ്രിയൽ ആ ഒരു മോതിരത്തിൽ സ്പർശിക്കുക പോലും ചെയ്തില്ല കേട്ടോ. സ്വബോധത്തിലേക്ക് വന്ന ലേഡി ഗലാഡ്രിയൽ ഇപ്പൊ ഫ്രോഡോയ്ക്ക് ആത്മവിശ്വാസം കൊടുക്കുകയാണ്. നീയാണ് അതിനെ ഇനി നശിപ്പിക്കാൻ പോകുന്നത്. മോർഡോറിലെ ഡോം മൗണ്ടനിൽ നീ എത്തും, നീ അത് നശിപ്പിക്കും. അങ്ങനെ ഇപ്പൊ അനുഗ്രഹം കൊടുക്കുകയാണ് ലേഡി ഗലാഡ്രിയലെ. ഇതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് കാണിക്കുകയാണ്. സാറുമാൻ എന്ന ആ ഒരു ദുഷ്ടമന്ത്രവാദി ഉണ്ടല്ലോ, അവന്റെ ആ ഒരു കോട്ടയിൽ ആ ഒരു സ്ഥലത്തിനെ പറയുന്നത് ഐസൻ ഗാർഡൻ കേട്ടോ. പേര് പോലെ തന്നെ അതൊരു ഗാർഡൻ തന്നെയായിരുന്നു. പക്ഷെ സൗറുമാന്റെ ഈ ഒരു ദുഷ്ടചിന്തകൾ കാരണം, അവന്റെ ആ ഒരു പ്രവൃത്തികൾ കാരണമൊക്കെ ആ ഒരു പ്രദേശം ആകെ നശിച്ചു. അവിടെയുള്ള മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ധനത്തിന് വേണ്ടിയിട്ട്, ഓർക്കുകൾക്ക് ആയുധവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സാറുമോന്റെ ആ ഒരു കോട്ടയുടെ ഉള്ളിൽ കാണിക്കുകയാണ് മണ്ണിൽ നിന്നും കുഴിച്ചെടുത്തിട്ടുള്ള ഓർക്കുകൾ. ഈ ഓർക്കുകൾ പ്രത്യേക വിഭാഗമാണ് കേട്ടോ. ഇവരുടെ പേരാണ് ഉറുഖായ് ഓർക്കുകൾ. ഉറുഖായ് ഓർക്കുകളുടെ നേതാവായിട്ടുള്ള ഒരു രാക്ഷസനെ ഇപ്പോൾ സാറുമാൻ അവന്റെ കോട്ടയുടെ ഉള്ളിലേക്ക് വിളിക്കുകയാണ്. അവന് ആവശ്യമായ വീറും വാശിയൊക്കെ അവന്റെ ഉള്ളിൽ കുത്തി നിറച്ചു കൊടുക്കുകയാണ്. അവസാനം സാറുമാൻ ചോദിക്കുകയാണ്, നീ ആരെയാണ് സേവിക്കുന്നത്? ഇപ്പൊ ആ ഉറുഖായ് പോരാളി പറയാണ്, ഞാൻ സേവിക്കുന്നത് സാറുമാനെയാണ്, സാറുമാന് വേണ്ടി എന്തും ഞാൻ ചെയ്യും. എന്നാൽ നിന്റെ ഉറുഖായ് പോരാളികളെ തയ്യാറാക്കി എന്ന് തന്നെ ഇപ്പോൾ ആ ഒരു പോരാളിയത്ത് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ ഉറുഖായ് പോരാളികളുടെ വലിയൊരു സൈന്യത്തെ തന്നെ അവരുടെ നേതാവ് തയ്യാറാക്കി നിൽക്കുകയാണ്. ആ സൈന്യത്തിന്റെ അടുത്തേക്ക് ഇപ്പോൾ സാറുമാൻ വന്നിട്ടുണ്ട്. എന്നിട്ട് അവരൊരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ദൗത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫ്രോഡോ അടങ്ങുന്ന ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരെല്ലാവരും കൊന്ന് തിരിച്ചു വരിക. ആവോളം മനുഷ്യമാംസം രുചിച്ചിട്ട് വരാനും ഇപ്പോൾ ആ ഉറുഖായ് പോരാളികൾക്ക് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു സൈന്യത്തിന് യാത്രയാക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ അവരുടെ നേതാവായിട്ടുള്ള ഉറുഖായോടുത്ത് ഇപ്പൊ സോർമൻ പറയുന്നുണ്ട്, ആ കൂട്ടത്തിൽ കുറച്ച് ഹോബിറ്റുകളുണ്ട്, അവരെ ഉപദ്രവിക്കാതെ, ദേഹദ്രവം ഒന്നും ഏൽപ്പിക്കാതെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അവരുടെ കയ്യിൽ എനിക്ക് ഏറ്റവും ആവശ്യപ്പെട്ട ഒരു സാധനമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഹോബിറ്റുകളെ ഉപദ്രവിക്കാതെ തന്നെ വളരെയധികം സൂക്ഷിച്ച് എൻ്റെ അരികിലേക്ക് എത്തിക്കണമെന്ന് സൗർമാൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ആ ഉറുഖായ് പോരാളികൾ മുഴുവൻ പുറപ്പെടുകയാണ്. എന്തിനെന്നല്ലേ, ഫ്രോഡോയുടെ ആ ഒരു ചെറിയ സംഘത്തെ നശിപ്പിച്ച് കൊന്നുകളയാനായിട്ട്. ഇതേ സമയം തന്നെ എൽഫുകളുടെ രാജ്യത്ത് രാജാവും അതുപോലെ തന്നെ രാജ്ഞിയുമായിട്ടുള്ള ലേഡി ഗലാഡ്രിയലും ആ ഒരു സംഘത്തെ യാത്രയാക്കുകയാണ് കേട്ടോ. യാത്രയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഏറ്റവും നല്ല വഴി തന്നെ ഇപ്പൊ ആ ഒരു രാജാവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവർക്ക്. അങ്ങനെ ആ നദിയിലൂടെ ആയിട്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് അവർ ഓരോരുത്തരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാരണം ഓരോരുത്തരും അവിടുന്ന് വരുമ്പോൾ ലേഡി ഗലാഡ്രിയൽ പല സമ്മാനങ്ങൾ കൊടുത്തിരുന്നു. മെറിക്കും പിപ്പിനും വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള എൽഫുകളുടെ ഒരു കടാരയാണ് കൊടുത്തത്. സാമിന് കണ്ടാൽ അത്ര പ്രത്യേകതയൊന്നും തോന്നാത്ത ഒരു പ്രത്യേകതര കയറ്, ഒരു ചരടാണ് കൊടുത്തത്. പിന്നെ ഫ്രോഡോയ്ക്ക് എന്തോ ഒരു മാന്ത്രിക ശക്തിയുള്ള പ്രകാശം പരത്തുന്ന എന്തോ ഒരു വസ്തു എന്താണെന്ന് ഇപ്പൊ വ്യക്തമല്ല. ചിലപ്പോൾ അത് അവസാനം മനസ്സിലാകുമായിരിക്കും. അതുപോലെ തന്നെ അറാഗോണിന് ഒരു പ്രത്യേക തരത്തിലുള്ള വാള് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഗിമ്മിയോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണെന്ന് കിട്ടിയത്? ഈ സമയത്ത് ഗിമ്മി പറഞ്ഞു, ഞാൻ അവരുടെ 2 മുടിയാണ് ചോദിച്ചത്, അത് അവരെനിക്ക് തന്നിട്ടുമുണ്ടെന്ന് ഇപ്പൊ ഗിമ്മി പറയാണ്. അങ്ങനെ അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നദിയുടെ മുകളിലായിട്ട് ചെറിയൊരു വനമുണ്ട്, ഒരു ഫോറസ്റ്റ് ഉണ്ട്. അതിന്റെ ഉള്ളിലൂടെ ആയിട്ട് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഓർക്കുകൾ, ആ ഒരു രാക്ഷസന്മാര് വരുന്നുണ്ടെന്ന്. അപ്പൊ അവരുടെ യാത്ര കുറച്ചും കൂടെ വേഗത്തിലാക്കുകയാണ് അവർ ഊഹിച്ചത് ശരി തന്നെയായിരുന്നു. ആ ഒരു കാട്ടിലൂടെ ഉറുഖായ് പോരാളികൾ വളരെ വേഗത്തിൽ തന്നെ നിർത്താതെ ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെ വേട്ടയാടാനായിട്ട് തന്നെ. അങ്ങനെ രാത്രിയായ സമയത്ത് ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു സ്ഥലത്ത് തങ്ങാണ് വിശ്രമിക്കാനായിട്ട്. അപ്പോഴാണ് അറാഗോണും ബൊറോമിറും ഒരു കാഴ്ച കാണുന്നത്. ആ നദിയിലൂടെ ആയിട്ട് ഒരു മരത്തടി ഇങ്ങനെ ഒഴുകി വരുന്നു. പക്ഷെ അതിലൊരാൾ ഉണ്ടായിരുന്നു കേട്ടോ, ഗൊള്ളവുമായിരുന്നു അത്. ഇപ്പൊ ബൊറോമിറിന്റെ അടുത്ത് അറാഗോൺ പറയുകയാണ്, കഴിഞ്ഞ 3 ദിവസമായിട്ട് അവൻ ഞങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട്, അവൻ എന്തോ ഒരു ഉദ്ദേശമുണ്ട് കേട്ടോ. ഇതേ സമയം ഫ്രോഡോയുടെ അടുത്തേക്ക് ഇപ്പൊ സാമു വന്നിട്ടുണ്ട്. ഫ്രോഡോ ആണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നില്ല, മര്യാദക്കൊന്നും വിശ്രമിക്കുന്നില്ല. ഈ 2 കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാമു ഫ്രോഡോ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ സാം ഒരു അനക്കമില്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവന്റെ മനസ്സിൽ ഒരേ ഒരു കാര്യമാണ്, എന്താണെന്നല്ലേ, ഗന്താൽഫിന്റെ ആ ഒരു മരണം തന്നെ. ഇതേ സമയം ബൊറോമിറും അറാഗോണും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അറാഗോണിന്റെ അടുത്ത് ബൊറോമിർ പറയുന്നുണ്ട്, നമുക്ക് ആ റിങ്ങുമായിട്ട് നേരെ നമ്മുടെ രാജ്യത്തിലേക്ക് പോകാം, ഗോണ്ടോറിലേക്ക്. അവിടെ വെച്ച് ആ ഒരു മോതിരത്തിന്റെ ശക്തിയാൽ നമുക്ക് സൗറോണിനെതിരെ, മോർഡോർ പടക്കെതിരെ യുദ്ധം ചെയ്യാമെന്നിപ്പോ ബൊറോമിർ പറയുന്നുണ്ട്. പറഗോൺ പറയുകയാണ്, നിനക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ആ മോതിരം എന്താണെന്നും അതിന്റെ ശക്തി എന്താണെന്നും, അതൊരിക്കലും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ബൊറോമിർ. ഈ കാര്യങ്ങളൊക്കെ അറാഗോൺ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെ പറഞ്ഞു കൊടുത്തിട്ടെന്താ, ബൊറോമിറിന് ഇതൊന്നും തലയിലേക്ക് കയറുന്നില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അവർ പിന്നീട് യാത്ര ഇങ്ങനെ തുടരുകയാണ് കേട്ടോ. ആ നദിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ
സമയത്താണ് അവർ മനുഷ്യർ പണ്ട് താമസിച്ചിരുന്ന വലിയൊരു സാമ്രാജ്യത്തിന്റെ ഒരു കവാടത്തിന് മുന്നിലേക്ക് എത്തുന്നത്. അവിടെ വലിയ ശിലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു സാമ്രാജ്യം, ആ ഒരു രാജ്യമൊക്കെ നശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ നേരം യാത്ര ചെയ്തത് കൊണ്ട് തന്നെ കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ആ തീരത്തേക്ക് എല്ലാവരും ഒന്ന് കയറിയാണ് കേട്ടോ. ഹോബിത്തുകൾ 4 പേരും ക്ഷീണം കൊണ്ട് ചെറുതായിട്ടൊന്ന് മയങ്ങി പോയിട്ടുണ്ട്. ഗിമ്മി ആണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കാനും ചൂട് കായാനൊക്കെ ആയിട്ടുള്ള കുറച്ച് വിറകുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നുണ്ട്. അതേസമയം തന്നെ ലെഗോളാസ് എന്തോ ഒരു കാര്യം വ്യക്തമായിട്ട് തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ലെഗോളാസ് വന്നിട്ട് അറാഗോണിന്റെ അടുത്ത് പറയാണ്, നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം. ഈ സമയത്ത് അറാഗോൺ പറയുകയാണ്, അല്ല ഇപ്പൊ പോകാൻ പറ്റില്ല, രാത്രി ആയതിനു ശേഷം എത്ര പോകാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ പോകുന്ന ആ ഒരു വഴിയിൽ ഓർക്കകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ലിഗോളാസ് പറയുകയാണ്, ഞാൻ അതിനെ കുറിച്ചല്ല ഭയപ്പെടുന്നത്, എന്തോ വലിയൊരു സൈന്യം നമ്മുടെ പിന്നാലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് ഇപ്പൊ ലിഗോളാസ് പറയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അറാഗോൺ ഇപ്പൊ അവിടെ ഫ്രോഡോയെ നോക്കുന്നുണ്ട്. ഫ്രോഡോ അവിടെ കാണാനില്ല. അതേസമയം തന്നെ ബൊറോമിറിനെ നോക്കുന്നുണ്ട്, അവനെയും കാണാനില്ല. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും അന്വേഷിച്ചിടുമ്പോൾ അറാഗോൺ കാട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ ഫ്രോഡോ കാട്ടിന്റെ ഉള്ളിലൂടെ പഴയ തകർന്നു കിടക്കുന്ന ആ ഒരു കെട്ടിടത്തിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോ കാട്ടിലേക്ക് വിറക് ശേഖരിക്കാൻ പോയ ബൊറോമിർ കയ്യിൽ കുറച്ച് വിറകുമായിട്ട് ഫ്രോഡോയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. ആദ്യമൊക്കെ നല്ല രീതിയിൽ ഈ ബൊറോമിർ ഇങ്ങനെ സംസാരിച്ചെങ്കിലും പിന്നെ അവന്റെ ദേഷ്യം ഇങ്ങനെ കയറി വരാൻ തുടങ്ങി. ഇപ്പൊ ബൊറോമിർ ആ വിറകെല്ലാം താഴെ ഇട്ടിട്ട് ഫ്രോഡോയുടെ കയ്യിൽ നിന്നും ആ ഒരു മോതിരം തനിക്ക് തരാൻ വേണ്ടി പറയുകയാണ്. പക്ഷെ ഫ്രോഡോ അത് കൊടുക്കാൻ തയ്യാറായില്ല. ഇപ്പൊ ഫ്രോഡോയെ നിലത്ത് തള്ളിയിട്ടു. അവൻ ഉപദ്രവിച്ചുകൊണ്ട് തന്നെ ആ ഒരു മോതിരം കൈക്കലാക്കാൻ വേണ്ടി ബൊറോമിർ ഇപ്പൊ ശ്രമിക്കുകയാണ് കേട്ടോ. നിമിഷ നേരം കൊണ്ട് ബൊറോമിർ ഇത്രത്തോളം ദുഷിച്ചു പോകാൻ കാരണം ആ ഒരു മോതിരത്തിന്റെ തിന്മ തന്നെയാണ്, അതിനോടുള്ള ആർത്തി തന്നെയാണ്. ശരിക്കും കുറ്റക്കാരൻ ബൊറോമിർ അല്ല, ആ മോതിരത്തിലുള്ള തിന്മയുടെ അപാരമായ ശക്തി തന്നെയാണ്. ഇപ്പൊ മറ്റൊരു വഴിയില്ലാത്തത് കൊണ്ട് ഫ്രോഡോ ആ ഒരു മോതിരം അവന്റെ വിരലിലേക്ക് ഇടുകയാണ് കേട്ടോ. നിമിഷ നേരം കൊണ്ട് അവൻ അപ്രത്യക്ഷമായി. ഇപ്പൊ ബൊറോമിർ അലറുകയാണ്, എവിടെ ഫ്രോഡോ, നീ എവിടെ? നീ ഞങ്ങളെ എല്ലാവരും ചതിക്കും, നീ ആ മോതിരം കൊണ്ടുപോയിട്ട് സൗറോണിന് കൊടുക്കും, എല്ലാവരും നശിക്കുന്നപ്പോ ബൊറോമിർ ഉറക്കനെ അലറി വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് അവന്റെ ആ ഒരു പഴയ മൈൻഡിലേക്ക് തിരിച്ചു വരികയാണ്. ഇപ്പൊ ബൊറോമിർ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അവന്റെ അടുത്ത് തന്നെ ചോദിക്കുകയാണ്, എന്താണ് ഞാനിപ്പോ പറഞ്ഞത്, എന്താണ് സംഭവിച്ചത്? ഫ്രോഡോ എന്റെ അടുത്ത് ക്ഷമിക്കൂ, നീ എവിടെയാണെന്നപ്പോ ഒരു സാധാരണ നിലയിലേക്ക് വന്ന ബൊറോമിർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ആ ഒരു മോതിരം കയ്യിലിട്ടിരുന്ന ഫ്രോഡോ അപ്രത്യക്ഷമായിരുന്നല്ലോ. അവന്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് അതിഭീകരമായിരിക്കും, സാധാരണ കാണുന്ന കാഴ്ചകളായിരിക്കില്ല മോതിരം ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ കാണുക. മാത്രമല്ല അവൻ ആ കണ്ണുണ്ടല്ലോ, എല്ലാത്തിനെയും നോക്കുന്ന സൗറോന്റെ ആ തീക്കണ്ണ്, അതിനെ നേരിട്ട് കാണുകയാണ് ഈ ഫ്രോഡോ. ഭയം കൊണ്ട് അവൻ പിന്നിലേക്ക് ഇങ്ങനെ വീഴുകയാണ്. ആ കാഴ്ച അധികം നേരം കണ്ടു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഫ്രോഡോ അവന്റെ കയ്യിൽ നിന്നും ആ ഒരു മോതിരത്തെ ഊരി മാറ്റുകയാണ്. പഴയ ഒരു കെട്ടിടത്തിൽ നിന്നും ഫ്രോഡോ ഇപ്പൊ താഴേക്ക് വീഴാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അറാഗോൺ ഓടി വരികയാണ്. എന്താണ് സംഭവിച്ചെന്ന് അറാഗോൺ ചോദിക്കുന്നുണ്ട്. ബൊറോമിർ എന്റെ കയ്യിൽ നിന്നും ആ ഒരു മോതിരം പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു എന്നപ്പോ ഫ്രോഡോ പറയാണ്. അവരെങ്ങനെ സംസാരിച്ചു കൊടുക്കുന്ന സമയത്ത് അറാഗോണിന് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ അറാഗോണ് ഫ്രോഡോയുടെ അടുത്ത് പറയാണ്, ഫ്രോഡോ നീ നിങ്ങൾ തന്നെ വിശ്വസിക്കണം, എനിക്ക് നിന്റെ കൂടെ അങ്ങ് വരെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ധൈര്യമായിട്ട് തന്നെ നീ മുന്നോട്ടേക്ക് പോകണം. ഫ്രോഡോ ഇപ്പൊ പറഞ്ഞയക്കാണ് അറാഗോൺ. കാരണം അറാഗോണിന് മനസ്സിലായിരുന്നു അവരിങ്ങ് എത്തിയിട്ടുണ്ടെന്ന്, അതായത് ഉറുക്കഹായ് പോരാളികൾ. പെട്ടെന്ന് തന്നെ ഫ്രോഡോയോട് അവിടെ നിന്ന് പോകാൻ പറഞ്ഞിട്ട് നേരെ അറാഗോൺ പോവുകയാണ്. ഈ ഉറുക്കഹായ് പോരാളികൾക്ക് പോരാടാൻ വേണ്ടിയിട്ട് തന്നെ ശക്തരാണ്, മറ്റുള്ളവരെ പോലെ എന്താ പറയുക ബുദ്ധിയില്ലാത്തവരും ചിന്തിക്കാൻ കഴിയാത്തവരൊന്നുമല്ല ഈ ഉറുക്കഹായ് പോരാളികൾ. അങ്ങനെ അവരുമായിട്ട് ശക്തമായി യുദ്ധം തന്നെ അറാഗോൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയമാണെങ്കിൽ ഫ്രോഡോ രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അടുത്ത് നിന്നും. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗിമിയും അതുപോലെ തന്നെ ലിക്കോളാസും വന്നിട്ടുണ്ട്. അങ്ങനെ ഇവർ 3 പേരും ചേർന്നിട്ട് ആ ഒരു ഉറുക്കഹായ് പോരാളികളെ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഉറുക്കഹായികളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഫ്രോഡോ ഇപ്പോൾ ഒരു മരത്തിന്റെ ചോട്ടിലായിട്ട് ഒളിച്ചേക്കുന്നുണ്ട്. അതിന്റെ തൊട്ടപ്പുറമായിട്ട് തന്നെ മെറിയും പിപ്പിനും ഒരു വേരിന്റെ അടിയിലായിട്ട് ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നുണ്ട്. കുറച്ചുകൂടെ നല്ലത് ഈ മെറിയും പിപ്പിനും നിൽക്കുന്ന ഭാഗം തന്നെയായിരുന്നു. അപ്പൊ മെറിയും പിപ്പിനും വിളിക്കുന്നുണ്ട് ഫ്രോഡോയെ. പക്ഷേ ഫ്രോഡോ അങ്ങോട്ടേക്ക് പോകുന്നില്ല കേട്ടോ. അവൻ അവിടെ നിന്ന് മിണിച്ചോടാനുള്ള ശ്രമത്തിലാണ്. ഈ സമയത്ത് മെറിയും പിപ്പിനും കാര്യം മനസ്സിലായി. അവൻ ഒറ്റയ്ക്ക് ആ മോതിരം കൊണ്ട് പോകാനുള്ള ഉദ്ദേശത്തിലാണ്. അതുകൊണ്ട് തന്നെ അവൻ എളുപ്പത്തിൽ തന്നെ അവന്റെ യാത്ര സുഗമമാകാൻ തന്നെ ഈ ഓർക്കുകളെ ഉറുക്കഹായികളെ വഴി തെറ്റിച്ച് വിടേണ്ടത് കടമയാണെന്ന് മെറിക്കും പിപ്പിനും മനസ്സിലായി. മെറിയും പിപ്പിനും പിന്നീട് എന്ത് ചെയ്തെന്നോ ആ ഒളിച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ഒച്ചയുണ്ടാക്കി, ദാ ഇവിടെ ഇങ്ങോട്ടേക്ക് വാ എന്നിപ്പോ ഉറുക്കഹായികൾ പറയുകയാണ്. പെട്ടെന്ന് തന്നെ ഈ മെറിയുടെയും പിപ്പിന്റെയും പിന്നാലെ തന്നെ ഉറുക്കഹായികൾ വരികയാണ്. ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ എതിർദിശയിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഫ്രോഡോ. പക്ഷെ ആ ഉറുക്കഹായികൾ മെറിയുടെയും പിപ്പിന്റെയും പിന്നാലെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഹോബിത്തുകളാണ്, എത്ര ദൂരം അവർക്ക് ഓടാൻ കഴിയും. ഇതേ സമയം ലിഗോളാസും ഗിമിയും അറോഗാണും ഈ ഉറുക്കഹായ് പോരാളികളെ മറ്റൊരു ഭാഗത്ത് നിന്നും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് മെറിയുടെയും പിപ്പിന്റെയും തൊട്ട് പിന്നാലെ തന്നെ കുറച്ച് രാക്ഷസന്മാരും. ഇപ്പൊ അവരുടെ മുന്നിലേക്കായിട്ട് ബോറോമിർ ചാടി വീഴുകയാണ് കേട്ടോ. മെറിയും പിപ്പിനെയും ബോറോമിർ രക്ഷിച്ചു. എന്നിട്ട് ആ ഉറുക്കുകളെ വെട്ടി വീഴ്ത്തുകയാണ് ബോറോമിർ വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ മെറിയും പിപ്പിനും രക്ഷപ്പെട്ടത്. അങ്ങനെ ബോറോമിർ ആ ഓരോ ഉറുക്കഹായികളെയും അവരെ രക്ഷപ്പെടുത്താനായിട്ട് തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഉറുക്കഹായികളുടെ നേതാവ് കുറച്ച് മുന്നേ ആയിട്ട് അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അവനിപ്പോ ബോറോമിറിന്റെ നെഞ്ചത്തേക്ക് തന്നെ ഒരു അമ്പയൊക്കെയാണ് കേട്ടോ. ബോറോമിറിന്റെ നെഞ്ചിലേക്ക് തന്നെ അത് തുളച്ചു കയറിപ്പോയി. ബോറോമിർ അവിടെ വീണ് പോവുകയാണ്. പിന്നെയും അവൻ ചാടി എഴുന്നേറ്റു ആ ഓർക്കുകളോട് പട പൊരുതുകയാണ്. കാരണം മെറിയും പിപ്പിനെയും രക്ഷപ്പെടുത്താനായിട്ട് തന്നെ. പക്ഷെ പിന്നെയും അവന്റെ ദേഹത്തേക്ക് അമ്പ് വന്ന് തുളച്ചു കയറുകയാണ് ഉണ്ടായിരുന്നത്.
അങ്ങോട്ടേക്ക് വന്ന ഉറുക്കഹായി പോരാളികൾ പിന്നീട് മെറിയും പിപ്പിനെയും കൊല്ലാതെ തന്നെ അവരവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോവാണ്. കാരണം സാറുമാന്റെ കയ്യിൽ നിന്നും കിട്ടിയ നിർദ്ദേശം അവർക്ക് അങ്ങനെയായിരുന്നു, ഹോബിത്തുകളെ മുറിവേൽപ്പിക്കാതെ ആ സാറുമാന്റെ കയ്യിലേക്ക് എത്തിക്കുക. ഇതേസമയം തന്നെ ഉറുക്കഹായി പോരാളികളുടെ നേതാവ് ഇപ്പൊ ബോറോമിറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവസാനത്തെ അമ്പ് കൂടെ അയക്കാനായിട്ട് തലക്ക് നേരെ തന്നെ പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ ഉറുക്കഹായികളുടെ നേതാവ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇപ്പോൾ അറാഗോൺ ചാടി വീഴുകയാണ്. പിന്നീട് ഉറുക്കഹായി നേതാവും അറാഗോണും തമ്മിൽ ശക്തമായ പോരാട്ടം തന്നെ നടക്കുകയാണ് കേട്ടോ. ഉറുക്കഹായികളുടെ നേതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിശക്തനായിട്ടുള്ള ഒരു രാക്ഷസൻ, ഒരു ക്രൂരൻ തന്നെയായിരുന്നു കേട്ടോ. അവനുമായിട്ടാണ് ഇപ്പൊ അറാഗോൺ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ഫൈറ്റിനിടയിൽ വെച്ച് അറാഗോണിനെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട്, നന്നായിട്ട് തന്നെ ഉപദ്രവിക്കുന്നുണ്ട് ആ ഒരു രാക്ഷസൻ. പക്ഷെ യുദ്ധത്തിന്റെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഈ ഉറുക്കഹായി രാജാവിന്റെ കൈ തന്നെ വെട്ടി മുറിച്ച് കളയുകയാണ് അറാഗോൺ. എന്നിട്ട് അവന്റെ നെഞ്ചത്തേക്ക് തന്നെ വാള് കുത്തിക്കയറ്റി. ശരീരത്തിൽ നിന്നും കൈ അറ്റുപോയിട്ട് വരെ ആ ഒരു രാക്ഷസന് ശരീരത്തിലേക്ക് വേദന വരുന്നില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്രൂരത കൊണ്ടോ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ മറ്റേ കൈ കൊണ്ട് തന്നെ ഈ അറാഗോണിനെ പിടിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും അറാഗോൺ വാൾ ഉപയോഗിച്ചിട്ട് ഈ ഉറുക്കഹായി നേതാവിന്റെ തല വെട്ടി തെറിപ്പിച്ച് കളയുകയാണ്. നേരെ തന്നെ ഇപ്പോൾ ബോറോമിറിന്റെ അടുത്തേക്ക് ചെന്നു. ബോറോമിർ ആണെങ്കിലോ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്, വേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നെഞ്ചിൽ കയറിയിരിക്കുന്നത് 3 അമ്പുകളാണ് കേട്ടോ. അപ്പോൾ അവസാന വാക്കുകളായിട്ട് ബോറോമിർ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട്. ഫ്രോഡോയുടെ കയ്യിൽ നിന്നും ആ ഒരു മോതിരം വാങ്ങാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു എന്ന് എനിക്ക് തെറ്റ് പറ്റിപ്പോയെന്ന് അറാഗോണിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ അറാഗോൺ പറഞ്ഞു, സാരമില്ല, അത് നിന്റെ കുഴപ്പമല്ല, ആ മോതിരത്തിന്റെ തിന്മയാണ്, അത് നിന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. പിന്നെയും ബോറോമിർ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് ക്ഷമിക്കണം, നമ്മുടെ രാജ്യത്തേക്ക് നീ തിരിച്ചു പോകണം, അവിടെയുള്ള ജനങ്ങളെ നോക്കണം എന്നപ്പോൾ അറാഗോണിന്റെ അടുത്ത് ബോറോമിർ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവസാനം ബോറോമിർ മരിച്ച് വീഴാണ്. ഇതേ നേരം തന്നെ മറ്റൊരു ഭാഗത്ത് നദിക്കരയിലേക്ക് ഓടി എത്തിയിട്ടുണ്ട് ഫ്രോഡോ കേട്ടോ. അപ്പോൾ ഫ്രോഡോ ആ ഒരു മോതിരമായിട്ട് ഒറ്റയ്ക്ക് പോകാനാണ് ഇനി തീരുമാനിച്ചിട്ടുള്ളത്. ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് വളരെയധികം ദുഷ്കരമായിരുന്നു ഫ്രോഡോയ്ക്ക്. കാരണം ഒറ്റയ്ക്കുള്ള യാത്ര എങ്ങനെ നേരിടുമെന്ന് ഫ്രോഡോയ്ക്ക് അറിയില്ലായിരുന്നു. അവന്റെ മനസ്സിലേക്ക് പല കാര്യങ്ങളിങ്ങനെ വരുന്നുണ്ട്. അതായത് ഗന്താൽഫ് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ, അതായത് നിനക്ക് ആ ഒരു ഇച്ഛാശക്തി ഉണ്ട്, ഈ മോതിരം നശിപ്പിക്കാൻ നിനക്കേ കഴിയുള്ളൂ. മാത്രമല്ല ലേഡി ഗലാഡ്രിയലിനും അവനെ എന്താ പറയുക അനുഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടി തന്നെ ഫ്രോഡോ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തോണി എടുത്തിട്ട് നേരെ ആ ഒരു നദിയിലേക്ക് കിടക്കണം. ആ നദി ക്രോസ് ചെയ്ത് അപ്പുറത്തെ വനത്തിലേക്ക് കിടക്കണം. പിന്നെയാണ് അവരുടെ യാത്ര. ആ നദി ഇങ്ങനെ പതിയെ ഫ്രോഡോ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരയുടെ അടുത്തേക്കായിട്ട് ഒരാൾ വരികയാണ് കേട്ടോ. സാം ഉറക്കനെ വിളിക്കുന്നുണ്ട്, ഫ്രോഡോ ഒറ്റയ്ക്ക് പോകില്ലേ, എന്നെയും കൂടെ കൂട്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഫ്രോഡോ ഉണ്ടല്ലോ ആ ഒരു തോണി തിരിച്ചില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്നൊരു ചിന്തയിൽ ഫ്രോഡോ ഇങ്ങനെ പോവുകയാണ്. കാരണം ഈ യാത്ര അത്രത്തോളം അപകടമാണ്, ഇനി മറ്റൊരാളുടെ ജീവൻ ഇതിനു വേണ്ടി ബലി കഴിക്കേണ്ട എന്നാണ് ഫ്രോഡോ തീരുമാനിച്ചത്. പക്ഷെ സാം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല കേട്ടോ. അവനിപ്പോൾ ആ ഒരു നദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാമിന് നീന്താൻ അറിയില്ല എന്ന് ഫ്രോഡോയ്ക്ക് അറിയായിരുന്നു കേട്ടോ. നീന്താൻ അറിയാഞ്ഞിട്ട് കൂടി സാം ഇപ്പോൾ ആ ഒരു നദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ആ നദിയുടെ ആഴങ്ങളിലേക്കായിട്ട് സാം ഇങ്ങനെ താന്നു പോവുകയാണ് കേട്ടോ. അടിയിലേക്ക് എത്തി, ശ്വാസം കിട്ടുന്നില്ല, പതിയെ ബോധം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു കൈ വന്നിട്ട് സാമിന്റെ കയ്യിൽ പിടിക്കുകയാണ് കേട്ടോ. അത് ഫ്രോഡോ തന്നെയായിരുന്നു. എന്നിട്ട് ആ നദിയുടെ അടിയിൽ നിന്ന് ഫ്രോഡോ സാമിനെ ആ ഒരു വഞ്ചിയിലേക്ക് കയറ്റുകയാണ്. ഇപ്പൊ ഫ്രോഡോ ചോദിക്കുകയാണ്, എന്തിനാണ് സാം ഈ ഒരു യാത്രയിൽ പിന്നെ നീ എൻ്റെ കൂടെ വരുന്നത്? ഇപ്പൊ സാം പറയാണ്, ഞാൻ ഗന്താൽഫിന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, നീ അവിടെ എത്തുന്നത് വരെ നിന്റെ സംരക്ഷകനായിട്ട് നിന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാകുമെന്ന്. ഇപ്പൊ ഫ്രോഡോ സാമിനെ കെട്ടിപ്പിടിക്കുകയാണ്. അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ചങ്ങാത്തമായിരുന്നു കേട്ടോ അത്. സാമിന് ഒരിക്കലും ഈ ഫ്രോഡോയെ പിരിയാൻ കഴിയില്ലായിരുന്നു. മാത്രമല്ല അവന്റെ ദേഹത്തൊരു മുള്ളു തറക്കുന്നത് പോലും ഈ സാമിന് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ നദി കടന്നിട്ടുണ്ട്. അവിടെയുള്ള വനത്തിന്റെ ഉള്ളിലേക്ക് ഓടി കയറുകയാണ്. ഈ ഒരു കാഴ്ചയൊക്കെ ലിഗോലാസും ഗിമിയും അറാഗോണൊക്കെ കാണുന്നുണ്ട്. പിന്നീട് ലിഗോലാസ് ഇവർക്ക് ഒരു തോണി കൂടെ ബാക്കിയുണ്ടല്ലോ, അതിലിപ്പോ ബോറോമിറിന്റെ മൃതദേഹം കയറ്റുകയാണ്. എന്നിട്ട് അത് അവിടെ നിന്നും ആ ഒരു നദിയിലേക്കായിട്ട് ഒഴുക്കി വിടുകയാണ്. പിന്നീട് ലിഗോലാസ് അറാഗോണിനെ വിളിക്കുകയാണ്, വാ നമുക്ക് അവരുടെ പിന്നാലെ തന്നെ പോകാം, ഫ്രോഡോയും സാമുദാ ഇപ്പൊ കടന്നിട്ടേ ഉള്ളൂ എന്ന്. പക്ഷേ അറാഗോൺ ഒന്നും മിണ്ടുന്നില്ല. ഇപ്പൊ ലിഗോലാസ് ചോദിക്കുകയാണ്, അറാഗോൺ എന്താണ് നിങ്ങളുടെ മനസ്സിൽ, എന്താണ് നിങ്ങളുടെ പദ്ധതി? ഇപ്പൊ അറാഗോൺ പറയുകയാണ്, നമ്മൾ അവരുടെ പിന്നാലെ പോകുന്നില്ല, അവർ ഇനി തനിയാണ് പോകാൻ പോകുന്നത്. ബോറോമിർ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ അവനൊരു വാക്ക് കൊടുത്തിരുന്നു, മെറിയും പീപ്പിനെയും ഓർക്കുകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ 3 പേര് ഇനി പോകാൻ പോവുകയാണ്, ആ ഓർക്കുകളെ ഉറുക്കഹായികളെ വേട്ടയാടാനായിട്ട് തന്നെ. ഇത് കേട്ട സമയത്ത് ലിഗോലാസും ഗിമിയും അതിന് സമ്മതിക്കാണ്. അങ്ങനെ അവർ 3 പേരും കൂടെ ആ ഉറുക്കഹായി ഓർക്കുകളെ വേട്ടയാടാനായിട്ട് തന്നെ അവരുടെ പിന്നാലെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ സാമും ഫ്രോഡോയും ആ ഒരു വനം കഴിഞ്ഞിട്ട് ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ ദൂരെയായിട്ട് ആ ഒരു ഡോം മൗണ്ടൻ മോർഡോർ ആ ഒരു സാമ്രാജ്യത്തേക്ക് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. വാ നമുക്ക് അതിലേക്ക് നടക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഫ്രോഡോയും സാമും നേരെ പോവാണ് അങ്ങോട്ടേക്ക്. കുറച്ചു ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം അവർ ആ പർവ്വതത്തിന് അരികിലേക്ക് എത്താൻ പോവുകയാണ്. ആ ചക്രവർത്തി സാറുമാന്റെ അടുത്തേക്ക് എത്താൻ പോവുകയാണ്. എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? കഥയുടെ അടുത്ത ഭാഗം നമുക്ക് ഒരു ദിവസത്തിന് ശേഷം കേൾക്കാം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരത്തും ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്തും നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ഒരു ചാനലുണ്ട്, കഥ പറയുന്ന ചാനലാണ്, എന്താ പറയുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം, അതും മറക്കരുത്. അപ്പോൾ പിന്നെ എന്ന് പറയുന്നത് പോലെ തന്നെ കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എങ്കിൽ കഥകളുടെ ആ മായ ലോകത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ
എനിക്കും ഇഷ്ടമാണ്. ഇറ്റ്സ് മീ മല്ലു എക്സ്പ്ലെയിനർ. അപ്പോൾ